Dear students, നമ്മൾ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൻ്റെ സെക്കൻഡ് കണ്ടീഷൻ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സെർട്ടേണിറ്റി സെക്കൻഡ് കണ്ടീഷനാണ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസെർട്ടേണിറ്റി ആണ് നോക്കുന്നത്. ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സെർട്ടേണിറ്റി ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. അപ്പം സെർട്ടേൺ ആയിട്ടുള്ള കണ്ടീഷൻസ് ഉള്ളപ്പോൾ നമുക്ക് ഡിസിഷൻ മേക്കിംഗ് ഈസിയർ ആണ്. ഓക്കെ, അതേപോലെ അൺസെർട്ടേൺ ആയിട്ടുള്ള കണ്ടീഷൻസ് വരുമ്പം എങ്ങനെ നമ്മൾ ഡിസിഷൻ എടുക്കുന്നു എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് ഇൻഫർമേഷൻസ് എല്ലാ സിറ്റുവേഷനിലും കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് അവൈലബിൾ ആയിരിക്കില്ല. അപ്പം നമ്മൾ പാസ് ചെയ്യുന്ന ഡിസിഷൻ എടുക്കേണ്ട പല സിറ്റുവേഷനുകളും ഇൻകംപ്ലീറ്റ് ഇൻഫർമേഷൻസ് ആയിരിക്കും നമുക്കുണ്ടാവുക. അങ്ങനത്തെ അൺസെർട്ടനിറ്റി ഉള്ള കണ്ടീഷനുകളിൽ നമ്മൾ ഡിസിഷൻ എടുക്കുമ്പോൾ വി ഷുഡ് ബി മോർ അവെയർ ആൻഡ് വി ഷുഡ് search all the alternatives and the risk associated with such kind of situations or decisions. അപ്പം അങ്ങനെയുള്ള ആ സിറ്റുവേഷനുകളിലോട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന റിസ്ക്കുകളും ഓൾട്ടർനേറ്റീവ്സും എത്രയാണെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് അറിയത്തുണ്ടാവില്ല. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറേ കോൺസിക്വൻസസ് നമുക്ക് വരാൻ സാധ്യതയുണ്ടാവും. ബിക്കോസ് ഇറ്റ് ഈസ് ഹൈലി അൺപ്രെഡിക്റ്റബിൾ. സെർട്ടേണിറ്റീൻ്റെ കേസിൽ നമ്മൾ എന്താ പറഞ്ഞത്? ഇറ്റ് ഈസ് ഹൈലി പ്രെഡിക്റ്റബിൾ എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ ഹൈലി അൺപ്രെഡിക്റ്റബിൾ ആണ്. ഓക്കെ, അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമ്മൾ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. കുറച്ച് ക്രൈറ്റീരിയാസ് നമ്മൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസിഷൻസ് എടുക്കുന്നത്. അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസെർട്ടനിറ്റി എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷനിൽ നമ്മൾ നോക്കുന്നത്. ഓക്കെ, അതിൽ നമുക്ക് ഏതൊക്കെ മെത്തേഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് അറിയാം. മെത്തേഡ്സ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസെർട്ടനിറ്റി. അപ്പോൾ അതിൽ നമ്മൾ ഏതൊക്കെ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ മാക്സ്മിൻ ക്രൈറ്റീരിയൻ, സെക്കൻഡ് വൺ മാക്സിമാക്സ് ക്രൈറ്റീരിയൻ, ദെൻ മിനിമാക്സ് റിഗ്രറ്റ് ക്രൈറ്റീരിയൻ, ലാപ്ലേസ് ക്രൈറ്റീരിയൻ ആൻഡ് ഹുർവിസ് ക്രൈറ്റീരിയൻ. അപ്പം ഈ 5 ക്രൈറ്റീരിയൻ വെച്ചിട്ടാണ് നമ്മൾ അൺസെർട്ടനിറ്റി ഉള്ള സിറ്റുവേഷനുകളിൽ ഡിസിഷൻ എടുക്കുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് ഹൈലി അൺപ്രെഡിക്റ്റബിൾ ആൻഡ് വി ആർ നോട്ട് മച്ച് അവെയർ അബൌട്ട് ദ ഓൾട്ടർനേറ്റീവ്സ് ആൻഡ് റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ദിസ് കൈൻഡ് ഓഫ് സിറ്റുവേഷൻസ്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് പറ്റുന്നത്? ഡിസിഷൻ എടുക്കാനുള്ള ഒരു ഡിഫിക്കൽട്ടി നമ്മൾ ഫേസ് ചെയ്യുന്നത്. ആ ഒരു ഡിഫിക്കൽട്ടി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ 5 സ്റ്റെപ്സ് അല്ലെങ്കിൽ 5 ക്രൈറ്റീരിയാസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ആയിട്ടുള്ള മാക്സിമിൻ ക്രൈറ്റീരിയ ആണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. സോ ഈ ക്രൈറ്റീരിയനെ നമ്മൾ ക്രൈറ്റീരിയ ഓഫ് പെസിമിസം എന്നുകൂടി പറയാറുണ്ട്. ബിക്കോസ് ഈ ഒരു ക്രൈറ്റീരിയ യൂസ് ചെയ്യുന്ന ആൾക്കാർ, ഡിസിഷൻ മേക്കേഴ്സ് എങ്ങനെയുള്ള ആൾക്കാരായിരിക്കും? പെസിമിസ്റ്റിക് നേച്ചറുള്ള ആൾക്കാരായിരിക്കും ഈ ഒരു ക്രൈറ്റീരിയ യൂസ് ചെയ്യുന്നത്. സോ ദേ ആർ ഓൾസോ കോൾഡ്, ദിസ് ക്രൈറ്റീരിയ ഈസ് ഓൾസോ കോൾഡ് ക്രൈറ്റീരിയൻ ഓഫ് പെസിമിസം. അപ്പോൾ ഇവിടെ എന്താ ശരിക്കും ചെയ്യുന്നത്? നമുക്ക് ഈ ഒരു മാക്സിമിൻ എന്നുള്ളതിനെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്യുവാണെങ്കിൽ മാക്സിമിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് പറയാം. അപ്പം ഇതിലെന്താ ശരിക്കും സംഭവിക്കുന്നത്? നമ്മൾ ഫസ്റ്റ് ഡിസിഷൻ മേക്കർ എസ്റ്റിമേറ്റ് ദ മിനിമം പേ ഓഫ് ഓൾ ദ ഗിവൺ ഓൾട്ടർനേറ്റീവ്സ്. മിനിമം നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കും. ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? മിനിമം ആണ് കണ്ടുപിടിക്കുന്നത്. എല്ലാ ഓൾട്ടർനേറ്റീവിൻ്റെ മിനിമം കണ്ടുപിടിക്കുന്നു. ആ മിനിമം കണ്ടുപിടിച്ച ആ മിനിമത്തിൽ ഏറ്റവും മാക്സിമം ആയിട്ടുള്ളതാണ് നമ്മളത് എടുക്കുന്നത്. മാക്സിമം എമംഗ് ദീസ് മിനിമം പേ ഓഫ് ഇസ് ഐഡൻറ്റിഫൈഡ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് മാക്സിമിൻ ക്രൈറ്റീരിയൻ ചെയ്യുന്നത്. ഫസ്റ്റ് വി വിൽ ഫൈൻഡ് ദ മിനിമം ഓഫ് ദി ഗിവൺ ഓൾട്ടർനേറ്റീവ്സ്, ദെൻ വി വിൽ സെലക്ട് ദ മാക്സിമം എമംഗ് ദീസ് മിനിമം പേ ഓഫ്. ഓക്കെ, ദെൻ മാക്സിമം വാല്യൂ ഓഫ് മിനിമം പേ ഓഫ് ഇസ് സെലക്റ്റഡ്. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം വെച്ചിത് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇതിൽ നമുക്ക് എന്താണ്? സ്റ്റേറ്റ് ഓഫ് നേച്ചർ, നമ്മുടെ ഇവൻറ്റുകൾ തന്നിട്ടുണ്ട്. ഇവൻറ്റുകളാണെന്ത്? ഹോട്ട് ക്ലൈമറ്റ്, മോഡറേറ്റ് ക്ലൈമറ്റ് ആൻഡ് ഹെവി റെയിൻ ഡേ എന്ന് പറയുന്നത് അത് ഇവൻറ്റുകളാണ്. ദെൻ നമുക്കിവിടെ ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻസ് തന്നിട്ടുണ്ട്. ഐസ്ക്രീം, ടീ ഷോപ്പ്, ക്യാൻഡി ഷോപ്പ്. ഇത് തന്നെയാണ്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ കുറച്ച് ഫെമിലിയർ ആണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമ്മൾ മാക്സിമിൻ ക്രൈറ്റീരിയൻ യൂസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റത്തെ നമ്മുടെ ഇവൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ഹോട്ട് ക്ലൈമറ്റ് ഡേ ആണ്. അപ്പം നമ്മൾ പറഞ്ഞു ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്? മിനിമം ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. മിനിമം, ഒരു ഇവൻറ്റിൻ്റെ മിനിമം നമ്മൾ കണ്ടുപിടിക്കുന്നു. ദെൻ അതിനുശേഷം നമ്മൾ അതിൻ്റെ മാക്സിമം ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഇവൻറ്റുകളും ഓൾട്ടർനേറ്റീവ്സും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും നമ്മൾ നോക്കാൻ പോവുകയാണ്. ഫസ്റ്റത്തെ ഓൾട്ടർനേറ്റീവ് എന്താണ്? നമ്മുടെ ഐസ്ക്രീമാണ് ഫസ്റ്റത്തെ ഓൾട്ടർനേറ്റീവ്.
അപ്പോൾ അതിൽ നമ്മൾ എന്താ നോക്കാൻ പോകുന്നത്, ഏറ്റവും മിനിമം ആണ് നോക്കുന്നത്. ഇപ്പോൾ ഇവിടെ 20,000 പ്രോഫിറ്റ്, 4,000 പ്രോഫിറ്റ്, 5,000 ലോസ് ആണ്. സോ മിനിമം വാല്യൂ എത്രയാണ്, ഇവിടെ മിനിമം വാല്യൂ എന്ന് കൊടുത്തിട്ടുണ്ട്. മിനിമം വാല്യൂ എത്രയാണ്, 5,000 ലോസ് ആണ്. സോ നമ്മളത് എടുത്തെഴുതി. ദെൻ സെക്കൻഡ് ടീ ഷോപ്പിൻ്റെ നോക്കുക, അവിടെ മിനിമം വാല്യൂ എത്രയാണ്, 2,000 പ്രോഫിറ്റ് എന്നുള്ളതാണ് മിനിമം. ഇവിടെ 2,000, 5,000, 10,000 ആണ്. 2,000 ആണ് മിനിമം. ദെൻ ക്യാൻഡി ഷോപ്പിൽ വരുവാണെങ്കിൽ 4,000, 6,000, 5,000 ആണുള്ളത്. സോ അതിൽ 4,000 പ്രോഫിറ്റ് എന്നുള്ളതാണ് മിനിമം. നമ്മൾ മിനിമം വാല്യൂ ഐഡൻറ്റിഫൈ ചെയ്തു. ഈ മിനിമം വാല്യൂവിൽ ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്, മാക്സിമം വാല്യൂ ഓഫ് ദി മിനിമം വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ മിനിമം വാല്യൂസ് നമ്മളിവിടെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി ഇതിൽ നിന്നുള്ള മാക്സിമം വാല്യൂ ആണ് നമ്മൾ എടുക്കേണ്ടത്. ഇതിൽ മാക്സിമം വാല്യൂ എന്താണ്, ഇവിടെ 5,000 എന്ന് പറയുന്നത് ലോസ് ആണ്. ദെൻ 2,000 പ്രോഫിറ്റ്, 4,000 പ്രോഫിറ്റ്. ലോസ് നമുക്ക് ഒഴിവാക്കാം. പിന്നെ 2,000ഉം 4,000ഉം ആണുള്ളത്. അതിൽ മാക്സിമം വാല്യൂ ഏതാണ്, 4,000 ആണ്. സോ നമ്മൾ ഏത് സെലക്ട് ചെയ്യും, നമ്മൾ 4,000 ആണ് സെലക്ട് ചെയ്യുക. സോ ലെറ്റ് us evaluate the payoff table which have been seen earlier. In this situation, pessimist decision make will collect the information related to the minimum return of each alternative course of action, that is 5,000, 2,000 and 4,000. അതിൽ നമ്മൾ മിനിമം വാല്യൂ കണ്ടുപിടിച്ചു. അതിൽ നമുക്ക് മനസ്സിലായി 4,000 ആണ് അതിൽ മാക്സിമം വാല്യൂ എന്നുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുക, ഈ 4,000 ഏതിൻ്റെ ആയിരുന്നു, ക്യാൻഡി ഷോപ്പിൻ്റെതാണ് 4,000. അപ്പോൾ നമ്മുടെ ഓൾട്ടർനേറ്റീവ് ഏതാണ്, ക്യാൻഡി ഷോപ്പാണ്. സോ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഹോട്ട് ക്ലൈമറ്റിൽ 4,000 ആണ് പ്രോഫിറ്റ്, മോഡറേറ്റ് ക്ലൈമറ്റിൽ 6,000 ആണ് പ്രോഫിറ്റ്, ദെൻ ഹെവി റെയിൻ ഡേയിൽ 5,000 ആണ് പ്രോഫിറ്റ്. സോ ഈ ക്യാൻഡി ഷോപ്പ് തുടങ്ങുവാണെങ്കിൽ വി വിൽ ബി ഏബിൾ ടു ഏൺ പ്രോഫിറ്റ് ഇൻ എ മോഡറേറ്റ് മാനർ. അപ്പോൾ അധികം കൂടുതലും ഇല്ല കുറവും ഇല്ലാത്ത ഒരു ആവറേജ് ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഓൾട്ടർനേറ്റീവ് എന്താണ്, നമ്മൾ സെലക്ട് ചെയ്യുന്ന ഓൾട്ടർനേറ്റീവ് വിൽ ബി ദ ക്യാൻഡി ഷോപ്പ്. ക്യാൻഡി ഷോപ്പാണ് നമ്മൾ സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് മാക്സിമം ഓഫ് മിനിമം പേ ഓഫ് എന്ന് പറയുന്നത്. അതായത് മാക്സിമിൻ ക്രൈറ്റീരിയൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ഓൾട്ടർനേറ്റീവിനെ സെലക്ട് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് മാക്സ് ക്രൈറ്റീരിയ. നമുക്ക് മാക്സിമിൻ ചെയ്തതുകൊണ്ട് മാക്സ് ഈസിയാണ് ചെയ്യാം. അവിടെ ക്രൈറ്റീരിയ നമ്മൾ എന്താണ്, അവിടെ എടുക്കുന്ന ഈ ക്രൈറ്റീരിയ യൂസ് ചെയ്യുന്നത് ഒപ്റ്റിമിസ്റ്റിക് ആൾക്കാരായിരിക്കും. ക്രൈറ്റീരിയ ഓഫ് ഒപ്റ്റിമിസം എന്ന് പറയുന്നുണ്ട്, ഒപ്റ്റിമിസ്റ്റിക് ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ചെയ്യുന്നത്, മാക്സിമം പേ ഓഫ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കും. ദെൻ ഗീവിങ് ഓൾട്ടർനേറ്റീവ്സ് ആൻഡ് മിനിമം എമംഗ് ദീസ് മാക്സിമം വാല്യൂസ് ഇസ് ഐഡൻറ്റിഫൈഡ്. ദെൻ മാക്സിമം വാല്യൂ ഓഫ് മാക്സിമം പേ ഓഫ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ എടുക്കുന്നത്. ഓക്കെ, നമുക്കതിൻ്റെ പ്രോബ്ലം നോക്കാം. ഇത് തന്നെയാണ് നമ്മുടെ പ്രോബ്ലം. അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ മിനിമം വാല്യൂ ആയിരുന്നു എടുത്തത്. ഇതിലിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, മാക്സിമം വാല്യൂ ആണ് എടുക്കാൻ പോകുന്നത്. മാക്സിമം വാല്യൂ, ഐസ്ക്രീമിൻ്റെ മാക്സിമം വാല്യൂ എത്രയാണ് നമുക്കറിയാം, 20,000 ആണ്. ടീ ഷോപ്പിൻ്റെ മാക്സിമം വാല്യൂ ഇസ് 10,000 ആണ്. ക്യാൻഡി ഷോപ്പിൻ്റെ മാക്സിമം വാല്യൂ എത്രയാണ്, 6,000 ആണ്. ഓക്കെ, നമുക്ക് മാക്സിമം വാല്യൂസ് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം വാല്യൂവിലെ മാക്സിമം വാല്യൂ, ഇതിലെ മാക്സിമം വാല്യൂ എത്രയാണ്, മാക്സിമം ഓഫ് മാക്സിമം എത്രയാണ്, 20,000 ആണ്. അപ്പോൾ നമ്മൾ ഏത് സെലക്ട് ചെയ്യും, 20,000 ആയിട്ടുള്ള ഐസ്ക്രീമാണ് നമ്മൾ സെലക്ട് ചെയ്യുക. 20,000 ഐസ്ക്രീമിൻ്റെതാണ് അല്ലേ, ഐസ്ക്രീമിനായിരുന്നു 20,000 കിട്ടുന്നത്, അത് സെലക്ട് ചെയ്യും. എന്തുകൊണ്ടാണ് ഇയാളിത് സെലക്ട് ചെയ്യാൻ തയ്യാറാവുന്നത്, ഇവിടെ ആക്ച്വലി ഹി ഈസ് ടേക്കിംഗ് ഹെവി റിസ്ക്. ഹോട്ട് ക്ലൈമറ്റ് ഡേയിൽ മാത്രമാണ് 20,000 കിട്ടുന്നുള്ളൂ. മോഡറേറ്റ് ക്ലൈമറ്റിൽ ഇദ്ദേഹത്തിന് 4,000 കിട്ടുന്നുണ്ട്. പക്ഷേ ഹെവി റെയിൻ ഡേയ്സിൽ 5,000 ലോസ് ആണ് സംഭവിക്കുന്നത്. എങ്കിൽ പോലും ഇയാൾ എന്ത് ചെയ്യുന്നു, ഈ 20,000 പ്രോഫിറ്റ് കണ്ടുകൊണ്ട് തന്നെ ഐസ്ക്രീം ഷോപ്പ് തുടങ്ങാൻ വേണ്ടി ആലോചിക്കുന്നു. കാരണം എന്തുകൊണ്ടാണ്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഈ മാക്സ് ക്രൈറ്റീരിയൻ യൂസ് ചെയ്യുന്ന ആൾക്കാർ എന്താൾക്കാരാണ്, ഒപ്റ്റിമിസ്റ്റിക് ആൾക്കാരാണെന്ന് പറഞ്ഞിരുന്നു. ഒപ്റ്റിമിസ്റ്റിക് ആണ്. സോ ദേ ഹാവ് എ പോസിറ്റീവ് വ്യൂ അബൌട്ട് ദ ഫ്യൂച്ചർ. ക്രൈറ്റീരിയം ഓഫ് ഒപ്റ്റിമിസം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അയാൾ ആ ഒരു ലോസ് ബെയർ ചെയ്യാൻ അയാൾ എന്താണ്, തയ്യാറാണ്. അതുകൊണ്ട് അദ്ദേഹം എന്ത് സെലക്ട് ചെയ്യുന്നു, ആ ഒരു ഹയസ്റ്റ് പ്രോഫിറ്റ് വരുന്ന മാക്സ് സെലക്ട് ചെയ്യുന്നു.